നിങ്ങൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്ക് ഉടനെ കുറ്റബോധം അനുഭവപ്പെടും. കാരണം വർഷങ്ങളായി പലരും ഒരു തെറ്റായ വിശ്വാസം വളർത്തിയിട്ടുണ്ട്. പണം മോശമാണ്, സമ്പന്നനാകുന്നത് ആത്മീയതയ്ക്ക് വിരുദ്ധമാണ്, ധനികരാകാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കൂ. ബൈബിളിൽ അബ്രഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് സമ്പന്നനായിരുന്നു, സോളമൻ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ വഴിയിൽ സമ്പത്ത് നിർമ്മിക്കുന്നത് എങ്ങനെ? ഇനി നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന സാമ്പത്തിക വിജയത്തിൻ്റെ 7 ശക്തമായ തത്വങ്ങൾ മനസ്സിലാക്കാം. സമ്പത്തുണ്ടാക്കുന്നതിന് മുൻപ് ആദ്യം ജ്ഞാനമുണ്ടാക്കണം. പലരും പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സമ്പാദിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നത്. സോളമൻ ആദ്യം ജ്ഞാനം നേടി, പിന്നീട് സമ്പത്ത് അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ന് നിങ്ങൾ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ കഴിവുകൾ പഠിക്കുക, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, സമ്പത്തിനെക്കുറിച്ച് പഠിക്കുക, വിജയിച്ചവരിൽ നിന്ന് പഠിക്കുക. കാരണം ജ്ഞാനമാണ് സമ്പത്തിൻ്റെ അടിത്തറ. രണ്ടാമത്തെ കാര്യമാണ് പരിശ്രമം. പരിശ്രമം ദൈവീക തത്വമാണ്. ബൈബിൾ മടിയന്മാരെ പ്രശംസിക്കുന്നില്ല, പരിശ്രമിക്കുന്നവരെയാണ് ഉയർത്തുന്നത്. പലരും അത്ഭുതത്തിനായി കാത്തിരിക്കുന്നു, പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ പരിശ്രമത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വിതയ്ക്കണം, അപ്പോൾ മാത്രമേ കൊയ്യാൻ കഴിയൂ. ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനം നാളത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അടുത്തതാണ് വരുമാനത്തേക്കാൾ കുറച്ച് ചിലവഴിക്കുക. ഇത് വളരെ ലളിതമായ തത്വമാണ്, പക്ഷേ പലരും ഇത് പാലിക്കുന്നില്ല. ഒരു വ്യക്തി 50,000 രൂപ സമ്പാദിക്കുന്നു, 55,000 രൂപ ചിലവഴിക്കുന്നു. മറ്റൊരാൾ 50,000 രൂപ സമ്പാദിക്കുന്നു, 35,000 മാത്രം ചിലവഴിക്കുന്നു. 5 വർഷത്തിന് ശേഷം ആരായിരിക്കും സാമ്പത്തികമായ ഉയർന്ന നിലയിലെത്തുന്നത്? സമ്പന്നരാകുന്നത് എത്ര സമ്പാദിക്കുന്നു എന്നതിൽ മാത്രം ആശ്രയിച്ചല്ല, എത്ര നിലനിർത്തുന്നു എന്നതിലും ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത നിയമമാണ് പണം നിങ്ങൾക്കായി ജോലി ചെയ്യണം. പല ആളുകളും ജീവിതം മുഴുവൻ പണത്തിനായി ജോലി ചെയ്യുന്നു. പക്ഷേ ബൈബിൾ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത് വിഭവങ്ങളെ വർദ്ധിപ്പിക്കാനാണ്. വിത്ത് വിതച്ചാൽ അത് വളരും. അതുപോലെ തന്നെ പണവും സംരക്ഷിക്കുക, നിക്ഷേപിക്കുക, വളർത്തുക. നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ദിവസം സാമ്പത്തിക ജീവിതം മാറി തുടങ്ങും. അടുത്ത നിയമമാണ് കടത്തിൻ്റെ അടിമയാകരുത്. ബൈബിൾ കടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം കടം സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ പലരും സമ്പന്നരായി കാണപ്പെടുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവർ കടത്തിൻ്റെ ഭാരത്തിലാണ്. സമ്പത്ത് എന്നത് വലിയ വീട് മാത്രമല്ല, സാമ്പത്തിക സമാധാനവുമാണ്. കടം നിയന്ത്രിക്കുക, ആവശ്യമായപ്പോൾ മാത്രം ഉപയോഗിക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ മുൻഗണന നൽകുക. അടുത്ത നിയമമാണ് ഉദാരത സമ്പത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. സോളമൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ടായിരുന്നു: കൊടുക്കുന്നവർ വളരുന്നു, കാരണം അവർ സമൃദ്ധി മനോഭാവത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴും കുറവിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഭയത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ പങ്കുവയ്ക്കാൻ തയ്യാറാകും. ദാനം പണം കുറയ്ക്കില്ല, ശരിയായ മനോഭാവമാണ് വളർത്തുന്നത്. അടുത്തതാണ് ദൈവത്തെ മറക്കരുത് എന്ന പ്രധാനപ്പെട്ട തത്വം. പല ആളുകളും ദൈവത്തോട് സഹായം ചോദിക്കുന്നു, വിജയം ലഭിച്ച ശേഷം ദൈവത്തെ മറക്കുന്നു. സോളമന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം നമ്മെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. സമ്പത്ത് ഒരു അനുഗ്രഹമാണ്, പക്ഷേ അത് ജ്ഞാനത്തോടും വിനയത്തോടും കൂടെ കൈകാര്യം ചെയ്യണം. സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ വഴിയിൽ സമ്പത്ത് നിർമ്മിക്കുക എന്നത് ഒരു രാത്രി കൊണ്ട് കോടീശ്വരനാകുക എന്നതല്ല. അതൊരു യാത്രയാണ്. ജ്ഞാനത്തിന്റെ യാത്ര, അച്ചടക്കത്തിന്റെ യാത്ര, പരിശ്രമത്തിന്റെ യാത്ര, വിശ്വാസത്തിന്റെ യാത്ര. ഇന്ന് നിങ്ങൾ ചെറിയ വരുമാനമുള്ള ആളായിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ അന്തിമ ലക്ഷ്യമല്ല. ഇന്ന് നിങ്ങൾ കടബാധ്യതയിലായിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ശരിയായ തത്വങ്ങൾ പിന്തുടരാൻ ആരംഭിച്ചാൽ അടുത്ത 5 വർഷത്തിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറും. ഓർക്കുക, സമ്പത്ത് ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കരുത്, പക്ഷേ സമ്പത്ത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കാം. അതിനാൽ ജ്ഞാനത്തോടെ ജീവിക്കുക, പരിശ്രമത്തോടെ പ്രവർത്തിക്കുക, വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മികച്ച സാമ്പത്തിക ദിവസങ്ങൾ ഇനിയും വരാനിരിക്കുന്നു.